പ്രിയപ്പെട്ട കുട്ടികൾ നമ്മളോട് എത്തിയാണ്. ഈ ബോർഡ് കണ്ടല്ലോ, പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ബോർഡ് കണ്ടല്ലോ. ലഹരി എൻ്റെ കുടുംബം, ലഹരി മുക്തം. എൻ്റെ കുടുംബം, ഈ കുടുംബം ചോദിക്കാം. മോളെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ബേപ്പൂർ സ്കൂളിലത്തെ NSS വോളണ്ടിയേഴ്സ്. ഏത് സ്കൂളായത്? ബേപ്പൂരിലെ ബേപ്പൂർ ഗവൺമെന്റ് സ്കൂൾ. മോളവിടെ പഠിക്കുന്നുണ്ടോ? കോഴ്സ് കഴിഞ്ഞു? കഴിഞ്ഞു. ഏത് കോഴ്സാണ് കഴിഞ്ഞ അവിടുന്ന്? സയൻസ്. +2 ആ. ഇതിനകത്ത് ആരാ വളവളോ അല്ല കലബലാ വർത്തമാനം പറഞ്ഞാരാ? കലബല എന്ന് പറയുന്ന ആരാ? ആരും ഉണ്ടോ? ആരാ? ഇയാളാണോ? ഓക്കെ. മോടെ പേരെന്താ? കലബല സ്പെഷ്യൽ ആണോ? ഇൻഷാ അള്ളാ തകർത്തോളൂ. മോളെ ഈ സ്കൂളിന്റെ കാര്യം, പിന്നെ ഈ ലഹരി മുക്ത, അപ്പൊ നമ്മൾ ഒരു ലഹരി മുക്ത യാത്ര മോൾ അറിഞ്ഞോ? അത് ഫുൾ നെയിം എങ്ങനെ മോളുടെ? ഫിൻഷ റിയാസ്. വാർത്തകൾ വായിക്കുന്ന ഫിൻഷ. നമ്മള് ഇപ്പൊ നാട്ടിലും എല്ലാ സ്ഥലത്തും ലഹരി കാരണം കുറേ പ്രശ്നങ്ങളും കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അതുപോലെ NSS ഒരു ലഹരി തന്നെയാണ്. മറ്റുള്ളവരെ ലഹരി, മറ്റുള്ളവരെ ചിരി കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം, ഒരു സ്വസ്ഥത ഓരോ ചിരിയിൽ നമുക്ക് ഇതാവാൻ പറ്റണ പോലെ. പിന്നെ ലഹരി കാരണം കുറെ കുടുംബങ്ങൾക്കും ഓരോ ജീവിതത്തിലും ഫ്രണ്ട്സിന്റെ ഇടയിലും ഒക്കെ മരണം. പിന്നെ ഓരോരുത്തർ ആദ്യമൊക്കെ ഒരു രസം തോന്നുന്ന ഈ ലഹരി അറിയുന്ന സാധനം പിന്നെ വീട്ടിലും കുടുംബത്തിലൊക്കെ ഒരു പ്രശ്നമാകുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ നാട്ടിൽ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ വീട്ടിലില്ലല്ലോ, പക്ഷേ നമ്മൾ വീട്ടിലും ചിലപ്പോൾ നടക്കുന്നുണ്ടാവും, പക്ഷെ നമ്മളെ കൂട്ടത്തിലുള്ള ആരും നമ്മളോടൊന്നും പറയില്ല. നമ്മൾ പിന്നെ ഏതൊരു കുട്ടിയായാലും ഒരു NSS വളണ്ടിയർ ആവാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഓർക്ക് മനസ്സിലാവാൻ കഴിയും. NSSന്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് മറ്റുള്ളവരുടെ ചിരി കാണുമ്പോൾ ഓർക്ക് മനസ്സിലാവും അതാണ് ഏറ്റവും വലിയ ലഹരി. ഈ കുടുംബത്തിലെല്ലാം ലഹരി മുക്തമാണോ? ഒരു രീതിയിലുള്ള MDMA, ബ്രൗൺ ഷുഗർ, കൊക്കൈൻ, കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് ഇതൊന്നും കയറിയിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പൊ ടീച്ചറോടൊന്ന് ചോദിക്കാം. ഇതാരാ മോളെ? എന്താ പേരെന്താ കൂട്ടാ? ലഹരി മുക്തമാവേണ്ട ആളാ? ഞാൻ ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ NSSന്റെ പ്രോഗ്രാം ഓഫീസറാണ്. ടീച്ചറുടെ പേരെന്താ? നസീമ. അപ്പൊ എന്താ ഇതിന്റെ ഒരു ഇത് നല്ലൊരു ഐഡിയ. ഞാനും എന്റെ കുടുംബം ലഹരി മുക്തം, അങ്ങനെ ഓരോ കുടുംബം പറഞ്ഞാൽ പ്രശ്നം തീരുന്നു. ഇത് നാഷണൽ സർവീസ് സ്കീമിന്റെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആണ്. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് ഞാനിപ്പോൾ 3 വർഷമായി അവിടുത്തെ പ്രോഗ്രാം ഓഫീസറാണ് ബേപ്പൂരിൽ. അപ്പം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ലഹരി വിരുദ്ധ പ്രവർത്തനം ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. ഫ്ലാഷ് മോബ് ആയിട്ട് ഇവിടെ ബീച്ചിൽ വന്ന് ഫ്ലാഷ് മോബ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് സമയം ഉണ്ടെങ്കിൽ ഒരു ഫ്ലാഷ് മോബ് ചെയ്യാനൊക്കെ വന്നത്. പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ NSSന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് വീട് വെച്ചെടുക്കാൻ പൈസ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എൻ്റെ കുട്ടികൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരെ ലഹരി എന്ന് പറഞ്ഞാൽ NSS ആണ്, അതുപോലെ വായനയാണ്. അപ്പോൾ NS ആണ് എൻ്റെ ലഹരി അല്ലേ? സോഷ്യൽ സർവീസ് ആണ് NSSന്റെ ലക്ഷ്യം. അപ്പൊ നിങ്ങളൊക്കെ ഈ ദൗത്യത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്? എങ്ങനെയുണ്ട്? പ്രസിഡന്റാണ് ഇവിടുത്തെ മോർണിംഗ് വാക്കിന്റെ പ്രസിഡന്റ്. മോർണിംഗ് വാക്കേഴ്സ് ഒരു 10-12 കൊല്ലമായി ഇവിടെ മോർണിംഗ് വാക്കേഴ്സ് എടുക്കുന്നത്. രാവിലെ നടക്കും, 3 റൗണ്ട് നടക്കും, കുറച്ച് വ്യായാമം എടുക്കും. നടന്നിട്ട് അടിക്കുവോ? അല്ല, അടിയില്ല, വള്ളടിയില്ല. ബാക്കിയുള്ള എല്ലാ അടിയുണ്ട്, അടി മാത്രമല്ല വള്ളടി. ഭക്ഷണം കഴിക്കലാണ്. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കില്ല. നന്നായിട്ട് കഴിക്കൂ. ആമാശയത്തിന്റെ ഏറി അറിയാതെ അറിഞ്ഞ് തിന്നു കഴിക്കും. പിന്നെ എക്സസൈസ് ചെയ്യും കുറച്ച്. തിന്നുക, എക്സർസൈസ് ചെയ്യുക, പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള 16 വർഷത്തോളം. എന്റെ അത്രയും പ്രായം വരുമോ? ഓക്കെ. അപ്പൊ നന്നായി അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ കൂട്ടായ്മ നന്നായി നടക്കട്ടെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ച് സഹോദരിമാരും അമ്മമാരും ഉമ്മമാരൊക്കെ അവിടെ നിൽക്കുന്നു. അവരുടെ കാര്യം കൂടെ നമുക്കൊന്ന് എടുക്കാം. അപ്പൊ ഈ ബേപ്പൂർ വന്നാൽ ഒരു സംഭവം സുഖകരമായ കാഴ്ച തന്നെയാണത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാ ജീവിതം? എന്താ പേര്? ബിന്ദു. എന്താ പരിപാടി ബിസിനസ്. എന്ത് ബിസിനസ്? ജ്വല്ലറി ബിസിനസ്. എവിടെ? ഇവിടെ അരിക്കണർ തന്നെ. നന്നായി പോകുന്നുണ്ടോ? ഓ, ഉഷാറായി പോകുന്നു. ഉപഭോക്താക്കളുണ്ടല്ലോ? ഓ, വന്നവരൊക്കെ ആട്ടി ഓടിച്ചോ? ഇല്ല, ഓടിച്ചിട്ടില്ല, എല്ലാരും ഉണ്ട്. ഓക്കെ. ഞാൻ ടീച്ചറായിരുന്നു 13 വർഷമായിട്ട്. ഇപ്പൊ ഇവിടെ മെക്സവലിന് ഞങ്ങൾ എക്സർസൈസ് ചെയ്യാൻ വരുന്നത്. എക്സർസൈസാ? ഓക്കെ. എങ്ങനെ ശരീരത്തിന്റെ ഭാരം കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു വരുന്നതല്ലേ? എങ്ങനെയുണ്ട്? ട്രെയിനറാണോ? എന്താണ് പ്രധാന ലക്ഷ്യം? എക്സർസൈസ് ആണ് എന്റെ ലഹരി. രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാം, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകള്. മുക്തി നേടിയോ? ഓ, ഒരുപാട് മാറ്റാണ്. ഇതിൽ ഏറ്റവും മുക്തി നേടിയാരാ? ട്രെയിനറായ ഞാൻ തന്നെ. എന്തായാലും അത് നന്നായി അല്ലേ? നിങ്ങളൊക്കെ പെട്ടെന്ന് പാടിക്കും. 2 ലൈൻ പാടിയത്. വാർത്തയുണ്ട്. പറഞ്ഞു. പറഞ്ഞു. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണ് മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ,
ഫാത്തിമ ഏഴാം കടലിനടിയിൽ ഒളിച്ചാലും എന്നെ തനിച്ചാക്കി നിന്നിടുമോ എന്താണ് നമ്മളെല്ലാം ഒന്നാണ്. അല്ല എന്റെ നെഞ്ചിൽ ഇപ്പൊ നിങ്ങളാ കേട്ടോ, എന്റെ നെഞ്ചിൽ നിങ്ങളാ കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ആരും കേട്ടിട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞു. സാറ് നല്ല സുന്ദരനാണ്. അതൊന്ന് എഴുതി തരണേ ബേപ്പൂര് വന്നപ്പോ. ഓക്കെ, റെഡി. സൂപ്പറാ, കൊതിച്ചു പോയി. ഞങ്ങൾക്ക് ഇവിടെ വന്ന് ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. വലിയ ഭാഗ്യമാണ്.